പവിത്രത്തിലെ ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം മാഷാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് തെന്നി വീണതുകൊണ്ട് തന്നെ നടക്കാൻ വലിയ പാടായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് വിക്രം വരുന്നത്. അപ്പം വിക്രം വരുമ്പോൾ തന്നെ വിക്രം ആകപ്പാടെ വിഷമിക്കുന്നുണ്ട്. അച്ഛനെ വെയ്യാതിരിക്കുന്ന കാണുമ്പോൾ വിശ്വം പറയുന്നുണ്ട്, കുഴപ്പമില്ല, വലിയ സീരിയസ് ഒന്നും അല്ലാത്തതുകൊണ്ട് നിന്നോട് പറയാഞ്ഞത്. അങ്ങനെ വിക്രം ചെന്ന് സുധാകരൻ മാഷിനെ വിളിക്കുന്നുണ്ട്. അപ്പം വിക്രത്തെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ എണീക്കുന്നുണ്ട്. എണീച്ചതിന് ശേഷം നിന്നെ സ്വീകരിക്കാൻ ഗേറ്റിൻ്റെ പുറത്ത് തന്നെ കാണണമെന്ന് വിചാരിച്ച്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഇത്രയും നേരം അച്ഛൻ അവിടെ നിന്നത് വെയ്യാത്തോണ്ട് ഞാൻ നിർബന്ധിച്ച അച്ഛനെ ഇവിടെ കൊണ്ട് കടത്തിയെന്ന് ശ്രീജ പറയുന്നുണ്ട്. അങ്ങനെ മാഷിനും ഭയങ്കര സന്തോഷമായി. അവസാനം സത്യം തന്നെ ജയിച്ചല്ലോ മോനെ എന്ന് പറയുന്നുണ്ട്. നീ നേടിയെടുത്ത സർട്ടിഫിക്കറ്റ് എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മാഷിന്. എന്നിട്ട് മാഷ് പറയുന്നുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് നീ നിൻ്റെ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ കൊണ്ടുവെക്ക്. അവളാണ് ഏറ്റവും കൂടുതൽ ഇത് ആഗ്രഹിച്ചത്. നീ പഠിത്തം നിർത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അവളാണെന്ന് പറയുകയാണ്. അങ്ങനെ അത് കേൾക്കുമ്പം നമ്മുടെ വിക്രത്തിന് ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. ആഹാരം കഴിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് വന്നിരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് ചോറ് വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നിൻ്റെ അമ്മ സന്തോഷിക്കട്ടെ, ജീവിച്ചിരിക്കുമ്പം പോലും ഈ സന്തോഷമൊന്നും എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് മാഷ് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അപ്പുമാളുടെ കാര്യം ചോദിക്കുന്നത്. അപ്പം വിശ്വം പറയുന്നുണ്ട്, അപ്പുമോൾ +2 കഴിഞ്ഞ് ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോവുക, അവൾക്ക് മെഡിസിന് നല്ല താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം മാഷ് പറയുന്നുണ്ട്, ഇവരെ കൊണ്ട് പറ്റുന്ന പരമാവധി അവർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് വലുതായ അപ്പുമോൾ, പിന്നെ അവൾ നന്നായിട്ട് പഠിക്കുവാടാ എന്നൊക്കെ വിശ്വം പറയുന്നുണ്ട്. അതിനുശേഷം ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുമോൾ വരികയാണ്. അപ്പം അപ്പുമോൾ വരുമ്പോൾ തന്നെ വിക്രത്തിൻ്റെ അടുത്ത് ശ്രീജ പറയുന്നുണ്ട്, ഇതാ നമ്മുടെ അപ്പുമോൾ. അപ്പം അവൾ അങ്ങ് വലുതായല്ലോ എന്ന് നമ്മുടെ വിക്രം പറയുന്നുണ്ട്. അപ്പം അപ്പുമോൾ കയറി വരുമ്പോൾ ഉടനെ വിക്രം ഓടി ചെല്ലുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ അപ്പുമോൾ ഓടി വന്ന് ചെറിയച്ഛ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ പഴയ പോലെ തന്നെ അപ്പോൾ മോൾക്ക് വിക്രത്തിനോട് വലിയ സ്നേഹമാണ്. അങ്ങനെ ചെറിയച്ഛൻ എപ്പം വന്നെന്നൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ തരുന്നുണ്ട്. ഞാൻ രാവിലെ വന്ന് മോൾ പഠിക്കാൻ പോയിരുന്നെന്ന് ശ്രീചേട്ടത്തി പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. ആ എൻട്രൻസ് ഭയങ്കര പാടാ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ മോളും വിക്രവും കൂടെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വത്തിനും ശ്രീജിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതുപോലെ മാഷിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വിക്രം തിരിച്ചു വന്നതോടെ മാഷിന് നല്ല സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം രാത്രിയിൽ വിക്രവും മാഷും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പം മാഷ് പറയുന്നുണ്ട്, ഇത്രയും നാളായിട്ട് വേദയെ കണ്ടെത്താൻ പറ്റിയില്ല, നീ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വേദ ഇവിടെ കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഇതുവരെ നടന്നില്ലല്ലോ മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, അവൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, അത് ഉറപ്പാണ്. നീ എന്താ അത്ര ഉറപ്പ് പറയുന്നത് ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനെ തോന്നി, വേദയുടെ അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെ തോന്നി. വേദ എവിടെയോ ഇരിപ്പുണ്ട്, സന്തോഷമായിട്ട് ഇരിപ്പുണ്ട്. അത് അച്ഛനറിയാം, വേദയുടെ അച്ഛൻ എവിടെയാണെന്ന് ഇപ്പോൾ അറിയാമെന്ന് എനിക്കൊരു തോന്നൽ എന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ മാഷ് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും അറിയാമെങ്കിൽ എന്തായാലും സാറ് നമ്മളോട് പറയാതിരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കാൻ വിക്രം പറയുന്നുണ്ട്, മറ്റെന്തോ കാരണമുണ്ട് അച്ഛാ, അതുകൊണ്ടാണ് വേദ ഇതുവരെ നമ്മുടെ മുന്നിൽ വരാത്തത്. ആ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്തോ കൃത്യമായ കാരണമുണ്ട്. അതിപ്പം എന്താണെന്ന് വേദയുടെ അച്ഛനും അറിയാമെന്ന് വിക്രം പറയുന്നുണ്ട്. എല്ലാം ശരിയാവുമായിരിക്കും എന്നൊരു പ്രതീക്ഷയോടെ മാഷ് വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പം വിക്രമാണെങ്കിൽ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പം മാഷ് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നീ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതില്ലെന്ന് പലരും വിചാരിച്ച്, പക്ഷെ നീ ഇറങ്ങിയില്ലേ, സത്യം എപ്പോഴായാലും ജയിക്കും മോനെ, അത് നിനക്ക് മനസ്സിലായില്ലേ. അതുപോലെ നമ്മുടെ വേദയും തിരിച്ചു വരും, നീ വിഷമിക്കേണ്ട, അവൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ മാഷ് പറയുന്നുണ്ട്. അതുപോലെ നിന്നോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇനി ഒരിക്കലും നീ പഴയ ജീവിതത്തിലേക്ക് പോവല്ലേ. അന്ന് നിനക്കൊണ്ട ജീവിതമല്ല ഇപ്പോൾ നിനക്കുള്ളത്. നീ വേദയ്ക്ക് വേണ്ടി ജീവിക്കണം, കാരണം വേദ എന്നായാലും തിരിച്ചു വരും. നിൻ്റെ പഴയ ജീവിതത്തിനോട് അവൾക്കൊരു താല്പര്യമില്ലായിരുന്നു, ആ ജീവിതം നിന്നെ മാറ്റണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു, ഇനിയെങ്കിലും അതിന് മാറ്റം ഉണ്ടാവണമെന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ അതിന് ശ്രമിക്കും, ഇനി ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് പോത്തില്ല അച്ഛാ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ മാഷ് പറയുന്നുണ്ട്, പിന്നെ ഒരു കാര്യം, നിൻ്റെ പുറകെ ഇപ്പോഴും ശത്രുക്കളുണ്ട്. ആ ശ്രീകാന്ത് ദർശനമൊക്കെ ഇപ്പോഴും നിൻ്റെ പുറകിലുണ്ട്. ദർശൻ വിചാരിച്ചേക്കുന്നത് അവൻ്റെ അച്ഛനെ കൊന്നത് നീയാണെന്ന്, അതിൻ്റെ ഒരു പകയുണ്ട്. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചോണം, ഇനി അവരുടെ കുഴിയിൽ നീ ചെന്ന് ചാടല്ലേ, അവർ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. അപ്പം
നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ ഇനി അത് ശ്രദ്ധിച്ചോളാം അച്ഛൻ കടന്ന് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് മാഷിനെ കടത്തുന്നുണ്ട്. അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ട്, അച്ഛൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. അവർക്കിപ്പോഴും നിന്നോട് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. ഇനിയും നിന്നെ കുടുക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാവും. അപ്പം നീ പുറത്തിറങ്ങുമെന്ന് അവർ ഒരു തരത്തിലും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് ഇനിയും നീ സൂക്ഷിക്കണമെന്ന് വിഷുവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തമിഴ്നാട്ടിൽ വേദ പിടിച്ചെടുത്ത മയക്കുമരുന്നെല്ലാം ദേവരാജന് ഒരുപാട് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല ഇപ്പോഴും വേദ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് കോടതിയിൽ തെളിവുകളെല്ലാം എത്തിക്കും, ദേവരാജനെ അകത്താക്കും. ഇനി എന്ത് മറിമായം എവിടെ നടന്നു കഴിഞ്ഞാലും ഈ കേസ് എങ്ങനെ മാറ്റിമറിക്കാൻ നോക്കിയാലും എൻ്റെ കയ്യിൽ തെളിവുണ്ട്, വീഡിയോ ഫോട്ടോവും എല്ലാം എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ കോടതിയിൽ തെളിയിക്കുമെന്ന് വേദയുടെ ഒരു വാശി അത് ദേവരാജനെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പം ദേവരാജനാണെങ്കിൽ ഗുണ്ടടുത്ത് പറയുന്നുണ്ട്, ഇനി അവളെ വെറുതെ വിടാൻ പറ്റത്തില്ല. അവളോട് മാന്യമായി സംസാരിച്ചു, പക്ഷേ അതിലൊതുങ്ങാൻ അവൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഇതിനൊരു പരിഹാവും. ദേവരാജനോട് ആ കളി എന്നൊക്കെ പറഞ്ഞ് ദേവരാജൻ വേദയ്ക്കെതിരെ തിരികെയാണ്. അപ്പം വേദയാണെങ്കിൽ സത്യസന്ധമായി മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ, ദേവരാജനെ കൊടുക്കുമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ദേവരാജൻ്റെ കാര്യം തരുൺ വന്ന് വേദയെടുത്ത് പറയുന്നുണ്ട്. അപ്പം വേദ ചോദിക്കുന്നുണ്ട്, തരുൺ എന്താ ദേവരാജനെ ഭയക്കുന്നുണ്ടോ, എന്തിനാ അയാളെ ഭയക്കുന്നത്, തരുൺ ഒരു സത്യസന്ധമായ ഓഫീസറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തരുൺ പറയുന്നുണ്ട്, എനിക്കൊരു ഭയമില്ല, വേദ ശ്രദ്ധിക്കണം, അയാൾ ഒരു കൊടും ക്രിമിനലാണ്, അയാൾക്ക് ജയിക്കാൻ വേണ്ടി അയാൾ എന്തും ചെയ്യും, അതുകൊണ്ട് വേദ ശ്രദ്ധിക്കണമെന്ന് പറയാണ്. അപ്പം വേദ പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തരുൺ അങ്ങ് പോവുകയാണ്. പക്ഷേ തരുണിന് നല്ല ടെൻഷനുണ്ട് ഈ കാര്യം ഓർത്ത്. കാരണം രാധികയുടെ മരണകാരണവും ഇതേപോലെ ഒരു ഗുണ്ടകളുമായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഫലമായിട്ടുണ്ടായെന്ന് തരുൺ നല്ലോണം അറിയാം. അതുപോലെ തൻ്റെ മകൾക്ക് ഒരു ആപത്തും ഉണ്ടാവലെന്ന് തരുൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വേദയുടെ കുടുംബത്തെയും മോളെയും എല്ലാവരെയും നിരീക്ഷിക്കാൻ ദേവരാജൻ ഗുണ്ടകളെ ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ വേദയും മകളെയും അപായപ്പെടുത്താൻ ദേവരാജൻ്റെ ഗുണ്ടകൾ അവരുടെ പുറകെ തന്നെയുണ്ട്. അങ്ങനെ തരുണും സേതുലക്ഷ്മിയും വേദയും അതുപോലെ തന്നെ മോളും കൂടെ പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് വരികയാണ്. അപ്പോൾ മോള് ഭയങ്കര സന്തോഷത്തിലാണ്, ബാക്ക് സീറ്റിൽ ഇരുന്ന് തരുണിനോട് എന്തൊക്കെയോ തമാശകളും ഭയങ്കര സന്തോഷത്തോടൊക്കെ പോവുകയാണ്. ഇതൊക്കെ കേട്ട് സേതുലക്ഷ്മിക്കും അതുപോലെ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വേദയാണെങ്കിൽ മോൾക്ക് ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ നെഞ്ചോട് ചേർത്ത് വേദ ഗൗരി മോളെ ഉറക്കുവാണ്. ഈ സമയത്താണ് തരുൺ നോക്കുന്നത്, പുറകെ 2 വണ്ടികൾ കുറേ നേരമുണ്ട് തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അത് ഓവർടേക്ക് ചെയ്ത് ഇവരെ ഇടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് തരുണിന് മനസ്സിലാവുന്നുണ്ട്. അപ്പം തരുൺ വേദയെടുത്തും സേതുലക്ഷ്മിയെടുത്തും പറയുന്നുണ്ട്, ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, കുറേ നേരമായെന്ന് പറയുകയാണ്. അപ്പം വേദ പുറകിലോട്ട് നോക്കുമ്പം 2 വണ്ടികൾ വരുന്നുണ്ട്. അപ്പം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം വേദയാണെങ്കിൽ തരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, തരുൺ പെട്ടെന്ന് വണ്ടി വീട്ടിലേക്ക് വിട്, എത്രയും പെട്ടെന്നാവട്ടെ എന്ന് പറയാണ്. അങ്ങനെ തരുൺ പെട്ടെന്ന് തന്നെ വണ്ടി വിടുകയാണ്. പക്ഷേ പുറകെ വന്ന കാറുകൾ തരുണിൻ്റെ കാറിലേക്ക് ഇടിക്കുകയാണ്. അങ്ങനെ കാറ് മറിയുകയാണ്. ഗൗരിമോള് അമ്മയെന്നും വിളിച്ച് ഉറക്കെ നിലവിളിക്കുകയാണ്. അങ്ങനെ ഗുരുതര പരുക്കുകളോടെ എല്ലാവരെയും ആശുപത്രിയിലാക്കുവാണ്. ഗൗരിമോക്കാണ് ഏറ്റവും കൂടുതൽ പരുക്കുകൾ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ആക്സിഡൻ്റായി ഹോസ്പിറ്റലാവുകയാണ്.